ഷാർജയിൽ നിന്ന് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുബായിക്ക് പോവാണ്. ബൈ റോഡാണ് ദുബായിക്ക് പോകുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത്, പഴയൊരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു. ഷാർജയിൽ താമസിക്കുന്നു, ദുബായിൽ ജോലി ചെയ്യുന്നു. പുള്ളി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്ന് നമ്മളെയും കൊണ്ട് പോവുകയാണ് ദുബായിക്ക്. അപ്പം റോട്ടിലൂടെ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പതുക്കെ അങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്ന എല്ലാം ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ്. ഇതിൻ്റെ അടുത്ത് വരെ നമ്മൾ കുറച്ച് മുമ്പേ നടന്ന് വന്നിട്ടുണ്ടായിരിക്കുന്നു. ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇങ്ങനെയാണ് ഷാർജയിൽ നിന്ന് ദുബായിക്ക് പോകുന്ന വഴിക്കുള്ള റോഡിൻ്റെ ഇരുവശത്തുള്ള കെട്ടിടങ്ങൾ. അങ്ങ് ദൂരെ നമുക്ക് ബുർജ് ഖലീഫ കാണാനായിട്ട് പറ്റും. ദുബായിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30-35 കിലോമീറ്ററാണ് ഈ താമസ സ്ഥലത്തു നിന്നും ദുബായിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ദുബായിയുടെ ഒരു സെൻട്രൽ പോയിൻറ്റിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. റോഡൊക്കെ കണ്ട് എത്ര ഭംഗിയായിട്ട് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. റോഡിൻ്റെ നടുക്ക് ഇടയ്ക്കൊക്കെ ഈന്തപ്പനയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഈ ഗാർഡനൊക്കെ ഈ സമയത്ത് വേറെ സ്ഥലത്ത് നട്ട് അവർ പൂക്കളായി കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ സീസൺ കഴിയുമ്പം വെയിലാകുമ്പോഴത്തേനും ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകും. വഴി നീളെ നമുക്ക് പൂക്കൾ കാണാൻ പറ്റും, ഫ്രഷ് പൂക്കൾ. അതല്ല, ഏകദേശം ഒരേ ടൈപ്പ് ചെടികളാണ്. അത് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് വന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോകാനും അത് വെക്കാനും ഒക്കെ ആളുകൾ, അതിന് ജോലിക്കാർ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദുബായിക്ക് പോകുമ്പോൾ തലങ്ങും വിലങ്ങും റോഡാണ്. മുകളിൽ കൂടെ ഹൈവേ, താഴെ കൂടെ ഹൈവേ, അണ്ടർഗ്രൗണ്ട് വഴികൾ. ആ വഴികളൊക്കെ അലങ്കരിച്ചേക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ടാണ് അലങ്കരിച്ചേക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇതിലൊക്കെ ഇങ്ങനെ കടന്നങ്ങ് വരുമ്പോഴത്തേനും എന്തൊരു സന്തോഷം. അങ്ങനെ അടിപൊളിയായിട്ട് വഴി നീളെ ഒരു പള്ളയോ പുല്ലോ കാടോ ഒന്നുമില്ല. എല്ലാം നല്ല നീറ്റായിട്ട് വഴി കൂടെ കട വയ്ക്കുകയോ ഒന്നുമില്ല. എതിലേ പോകണോ അതിലേ പോകേണ്ട സ്ഥലത്തോടെ മാത്രമേ ആളുകൾ പോവുള്ളൂ. നോക്കിക്കേ, അങ്ങ് ദൂരെ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. നാളെ നമുക്കതിന് മുകളിൽ കയറാനുള്ളതാണ്. ഏതായാലും ഇതൊക്കെ ജീവിതത്തിൽ നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. അതും ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഇങ്ങനൊരു യാത്ര നമുക്ക് പോകാൻ പറ്റി. ഇതാണ് നമ്മുടെ ഫേമസ് ദുബായ് ഫ്രെയിം. ഇതിൻ്റെ ഇടതുവശം പഴയ ദുബായും വലതുവശത്ത് പുതിയ ദുബായുമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ദുബായ് ഫ്രെയിം സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് നടുക്കൊരു സ്ഥലത്താണ് ഈ ദുബായ് ഫ്രെയിം. ഇവിടെ ഇന്ന് നമ്മൾ വൈകുന്നേരം തന്നെ പോയി കയറും. നമ്മൾ ഒത്തിരി ദൂരമില്ല താമസ സ്ഥലത്തുനിന്നും. ഇപ്പം നടന്നാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. നടന്നും മെട്രോയ്ക്ക് പോയിട്ട് കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ നമ്മളെത്തും. അപ്പോൾ അതൊക്കെ നമുക്കിനി കാണാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ?